ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 10ാമത്തെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മുടെ യങ്സ് മോഡുലസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ദ സ്ട്രെസ് സ്ട്രെയിൻ പ്ലോട്ട് ഫോർ ദ മെറ്റീരിയൽ ABCD ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ലാർജസ്റ്റ് യങ്സ് മോഡുലസ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ യങ്സ് മോഡുലസ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരുമ്പോഴേക്കും നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫാണ്. ഏത് കേസിലും സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ y ആക്സിസ് ബൈ x ആക്സിസ്, അതായത് എപ്പോഴും ഇതേ ബൈ ഇത് y ബൈ എക്സിനല്ലേ നമ്മൾ എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ വി നോ ദാറ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് y ആക്സിസ് ബൈ x ആക്സിസ്. ഇവിടെ y ആക്സിസിൽ എന്താണുള്ളത്? സ്ട്രെയിൻ ആണ് അല്ലേ, therefore സ്ട്രെയിൻ എഴുതാം. അതേപോലെ x ആക്സിസിൽ ആരാളുള്ളത്? സ്ട്രെസ് ആണ്. വി നോ ദാറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്താണ്? യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്ട്രെസ് ആരാണ്? 1 ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? 1 ബൈ യങ്സ് മോഡുലസ്. അപ്പോൾ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ അയാൾക്ക് യങ്സ് മോഡുലസ് കുറവായിരിക്കും, ബിക്കോസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നിങ്ങൾ എയുടെ പ്രത്യേകത നോക്ക്, ഇതിന്റെ ചെരിവിനല്ല സ്ലോപ്പ് എന്ന് പറയാം. എക്ക് ഒരുപാട് സ്ലോപ്പ് ഉണ്ട്, അതുകൊണ്ട് എയുടെ യങ്സ് മോഡുലസ് എന്താണ്? വളരെ കുറവാണ്. സിമിലർലി ഏറ്റവും സ്ലോപ്പ് ചെരിവ് ഏറ്റവും കുറവ് ആർക്കാണ്? സിക്കാണ്. അതുകൊണ്ട് യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? സി ആണ്. ദെയർഫോർ ഇവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ലാർജസ്റ്റ് യങ്സ് മോഡുലസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ 1.